ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അച്ഛാ നമസ്കാരം. നമസ്കാരം മരിയ. അച്ഛാ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ഇപ്പോൾ ലോകം മുഴുവനുള്ള ജനത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സന്ദർശിക്കാൻ വേണ്ടി വത്തിക്കാനിലേക്ക് പോവുകയാണ്. അതേസമയം അത് സാധിക്കാത്തവർ മാധ്യമങ്ങളിലൂടെ ആ ഒരു ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ആഗോള കത്തോലിക്ക സഭയുടെ മാത്രം തലവനായിരുന്നില്ല. അദ്ദേഹം ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു ആത്മീയ നേതാവായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക പ്രബോധനങ്ങളും അത് ഉറപ്പാക്കുന്ന കാര്യങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രകൃതി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചിരുന്നത്. എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോലിക പ്രബോധനങ്ങൾ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് അത്ര അറിവ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും മരിയ. നമുക്ക് ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് പാപ്പായുടെ ദേഹവിയോഗത്തെ തുടർന്ന് ലോകമാധ്യമങ്ങൾ മുഴുവൻ പാപ്പായെക്കുറിച്ചുള്ള ഒത്തിരിയേറെ വിവരണങ്ങൾ നൽകിക്കഴിഞ്ഞു. ഗുഡ്നസ് ടി വിയും ഈ ദിവസങ്ങളിലൊക്കെ പാപ്പയെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ഫ്രാൻസിസ് പാപ്പായുടെ പ്രബോധനങ്ങളെക്കുറിച്ച്, ചാക്രിക ലേഖനങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ ഉചിതമാണെന്ന് എനിക്കും തോന്നുകയുണ്ടായി. നമുക്കറിയാം, 2013 മാർച്ച് 13 ഫ്രാൻസിസ് പാപ്പാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് തന്നെ അത് ഒത്തിരിയേറെ ആളുകളെ അത്ഭുത പരതന്ത്രരാക്കി എന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. ഞാനന്ന് കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POCയിൽ മാധ്യമ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയിലുള്ള സമയമായിരുന്നു. അന്ന് ഞങ്ങളുടെ സ്റ്റീഫൻ ആലത്തറയായിരുന്നു അന്ന് POCയുടെ ഡയറക്ടറും KCBCയുടെ സ്പോക്സ് പേഴ്സണുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഫ്രാൻസിസ് പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ബെനഡിക്ട് പാപ്പ വളരെ യാദൃശ്ചികമായിട്ടാണ് വളരെ പെട്ടെന്ന് 2013 ഫെബ്രുവരി മാസത്തിൽ 11 ബെനഡിക്ട് പാപ്പ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് താൻ ആ ഒരു പാപ്പാ സ്ഥാനത്ത് നിന്ന് സ്ഥാനത്യാഗം ചെയ്യുകയാണ്, രാജിവെക്കുകയാണ് എന്നുള്ള ആ ഒരു വാർത്ത ലോകത്തെ അറിയിച്ചത്. പിന്നീട് ബെനഡിക്ട് പാപ്പ പറഞ്ഞു, ഫെബ്രുവരി 28 2013 ഫെബ്രുവരി 28 ഔദ്യോഗികമായിട്ട് ആ സ്ഥാനത്ത് നിന്ന് പാപ്പ മാറുന്നു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മുതൽ മാധ്യമങ്ങളുടെ വലിയ ചർച്ചയായിരുന്നു, ആരായിരിക്കും അടുത്ത പാപ്പ. അപ്പം ഞങ്ങൾ അവിടെയുള്ള സമയത്ത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പല രീതിയിൽ ഞങ്ങളോട് ചോദിക്കും, പല രീതിയിലുള്ള ഇൻ്റർവ്യൂകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് TV-യിൽ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ആരായിരിക്കും, ഇപ്പം ഞങ്ങളും ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പാപ്പാബിലെ എന്ന് പറയുന്ന മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഞങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നു, ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട്. പക്ഷേ ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആരുടെയും ലിസ്റ്റിൽ, ഞങ്ങൾ മാധ്യമങ്ങൾ പലതും സെർച്ച് ചെയ്തിട്ടാണ് ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആരെയും ലിസ്റ്റിൽ ഈ ഹോർഗെ മാരിയ ബെർഗോളിയോ എന്ന് പറയുന്ന ഈ അർജൻറ്റീനക്കാരൻ കർദിനാൾ ലിസ്റ്റിലില്ലായിരുന്നു. ഹബേമുസ് പാപ്പ, നമുക്കൊരു പുതിയ പാപ്പായെ കിട്ടിയിരിക്കുന്നുവെന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ മട്ടുപ്പാവിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഇതാ വരുന്നു ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം ചെയ്തൊരു വലിയൊരു ജസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കേട്ടതൊക്കെ പോലെ തന്നെ അദ്ദേഹം ആഗോള സമൂഹത്തിൻ്റെ മുൻപിൽ, വത്തിക്കാൻ ചത്തുരത്തിൽ കൂടിയിരുന്ന ആളുകളുടെ മുൻപിൽ തലകുനിച്ചുകൊണ്ട്, ആദ്യം നിങ്ങൾ എന്നെ ആശീർവദിക്കൂ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, അതിനുശേഷം ഞാൻ നിങ്ങളെ ആശീർവദിക്കാമെന്ന് പറയുന്ന ഒരു പാപ്പ, ഒരു വേറിട്ട ശൈലിക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്ന് കേട്ടപ്പോൾ അത് പിന്നീട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടു, ഒരു ജസ്യൂട്ട് സന്യാസ സമൂഹാംഗമായ അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ തൻ്റെ നാമത്തിലേക്ക് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയം സ്വീകരിക്കാനായിട്ടുള്ള ഒരു ധീരത കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഈ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട
ഈ ഫ്രാൻസിസ് അസീസിയെ ഈ പാപ്പാ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതും വലിയൊരു ചോദ്യമായിരുന്നു. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുത്ത പാത അതേറെ വ്യത്യസ്തമായിരുന്നുവെന്നും പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. മരിയ ചോദിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക പ്രബോധനങ്ങളും അത് നാം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഏറ്റവും ആദ്യം ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയത് ലൂമൻ ഫീഡേ എന്ന പേരിൽ 2013 ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു ചാക്രിക ലേഖനമായിരുന്നു. അത് വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് 2013 ജൂൺ മാസത്തിലാണ് ഇങ്ങനെയൊരു രേഖ പുറത്തിറങ്ങുന്നത്, ലൂമൻ ഫീഡേ, വിശ്വാസ വെളിച്ചം. എന്നാൽ ഈ രേഖ ഇത് വായിച്ചപ്പോൾ പൊതുവെ ഉണ്ടായിരുന്ന ഒരു വിമർശനമുണ്ട്. അതായത് ഫ്രാൻസിസ് പാപ്പായുടെ ലാളിത്യത്തിൻ്റെ ശൈലിയും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന ഒരു അജപാലന ഒരു ആഭിമുഖ്യമൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. ഇതതുകൊണ്ട് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ദൈഷ്ണികനായ ദൈവശാസ്ത്രജ്ഞനായ കാർഡിനൽ റാറ്റ്സിംഗർ അന്നത്തെ പോപ്പ് ബെനഡിക്റ്റിൻ്റെ ഒരു ശൈലിയോട് സാമ്യമുള്ളതാണല്ലോ എന്നുള്ള ഒരു വിമർശനം ഉയർന്നപ്പോൾ വളരെ എളിമയോടുകൂടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, തീർച്ചയായും അത് ശരിയാണ്. എൻ്റെ മുൻഗാമിയുടെ രചനയ്ക്ക് ഞാൻ കയ്യൊപ്പ് ചാർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. റിട്ടൺ വിത്ത് 4 ഹാൻഡ്സ്, 4 കൈകളാണ് ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി അത് സമ്മതിച്ചു. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായിട്ട് 2013 തന്നെ പുറത്തിറങ്ങിയത് എവാഞ്ചലി ഗൗഡിയുമായിരുന്നു, സുവിശേഷത്തിൻ്റെ സന്തോഷം. അത് നവസുവിശേഷവൽക്കരണത്തിൻ്റെ സിനഡനാനന്തര ഒരു പ്രബോധനം എന്ന രീതിയിൽ ഫ്രാൻസിസ് പാപ്പ ഈ ഒരു അപ്പസ്തോലിക പ്രബോധനം പുറത്തിറക്കിയപ്പോൾ അത് വായിച്ചവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത് കൃത്യമായും ഒരു ഫ്രാൻസിസ്കൻ ശൈലി ഇതിന് പുലർത്തിയിട്ടുണ്ട്. 325 പാരഗ്രാഫുള്ള ഈ ഒരു സുവിശേഷത്തിൻ്റെ സന്തോഷം, ഞാൻ കാണിച്ച പുസ്തകം മാറിപ്പോയി, ഇതാണ് ആ പുസ്തകം, സ്നേഹത്തിൻ്റെ സന്തോഷം, സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ പറയാവുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനം ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയത് സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള സിനഡിന് ശേഷമുള്ള സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനമായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചു. 288 പാരഗ്രാഫുള്ള ഈ ഒരു പ്രബോധന രേഖയിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ സഭ സഞ്ചരിക്കേണ്ട ദിശ ഏതാണ്? നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം കേൾക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ശൈലിയായിട്ട് പറഞ്ഞ് എല്ലാവരും കൂടുതൽ ഉദ്ധരിച്ച് ഒരു ക്ലീഷേ ഡയലോഗായി മാറിയതാണ് ആടുകളുടെ ഗന്ധമുള്ള ഇടയന്മാരാകണം. അത് ഫ്രാൻസിസ് പാപ്പ വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയുള്ള സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഭ ഏത് രീതിയിലായിരിക്കണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്? ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, യുദ്ധസ്ഥലത്തെ ഒരു ആശുപത്രിക്ക് സമാനം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ മാറണം. സഭ അത്രയേറെ താല്പര്യം വിശ്വാസി സമൂഹത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങളോടും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളോടും പുലർത്തണമെന്നുള്ളത് വളരെ ശക്തമായിട്ട് പാപ്പ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ദേവാലയത്തിൻ്റെ വാതായനങ്ങൾ നമ്മൾ മലർക്കെ തുറന്നിടണം. നമുക്കറിയാം, ഈ ജോൺ 23 മാർപ്പാപ്പ 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർക്കുമ്പോൾ ജോൺ 23 മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് ഈ സഭയുടെ വാതായനങ്ങൾ മലർക്കെ തുറന്നിടണം, ശുദ്ധവായു കുറേ കൂടി സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കണം, ഇവിടെയുള്ള അശുദ്ധമായ വായു പുറത്തേക്ക് പോകണമെന്നൊക്കെയുള്ള ഒരു ആശയം പങ്കുവച്ചപ്പോൾ അത് ഏറെ അത്ഭുതത്തോടു കൂടെ തന്നെയാണ് സമൂഹം അത് ശ്രവിച്ചത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നാം കുറേ കൂടി ഈ മുറിവേറ്റവരുടെയും പതിതരുടെയും പാവപ്പെട്ടവരുടെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയൊക്കെ ഉൾച്ചേർക്കുന്നൊരു സഭയായിട്ട് മാറാൻ ഉള്ള താല്പര്യം സഭ കൃത്യമായിട്ട് പ്രകടിപ്പിക്കണം, അത് പ്രവർത്തിക്കണമെന്നുള്ള ആ ഒരു കൃത്യമായ ശൈലി ഇതിലൂടെ ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് ഏതാനും അരുതുകളുടെ ഒരു കൂട്ടായ്മയല്ല, അല്ലെ അരുതുകളുടെ ഒരു നിയമങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ഇത് ശരിയായൊരു സന്തോഷം, ആത്മീയമായ സന്തോഷം മനുഷ്യർക്ക് നൽകുന്നുണ്ട്. പാപ്പ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വളരെ സുന്ദരമാണ്. ഉയർപ്പില്ലാത്ത നോമ്പ് കാലഘട്ടത്തിൽ കഴിയുന്ന മനുഷ്യരെ പോലെ നിങ്ങളാകരുത്, നിങ്ങൾ പ്രതീക്ഷയുള്ള മനുഷ്യരായിട്ട് ജീവിക്കൂ.
ഈ കഷ്ടതയുടെയും വേദനയുടെയും കാലഘട്ടമൊക്കെ കടന്നു പോകും. നമുക്കറിയാം ഈ വർഷം ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായ രീതിയിൽ സഭാസമൂഹത്തെ മുഴുവൻ ഒരു തീർത്ഥാടക സഭയായിട്ട് മാറ്റാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയായിരുന്നു. ക്രിസ്തു ജയന്തി 2025 പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നാം. അത് 2013 മുതൽ ഈ പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രത്യാശയുടെ തീർത്ഥാടനമാണ് നമ്മൾ നടത്തേണ്ടത്, സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. സന്തോഷമില്ലാത്ത ക്രിസ്ത്യാനി അവൻ ക്രിസ്ത്യാനി അല്ല എന്ന് പോലും ഫ്രാൻസിസ് പാപ്പ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ പാപ്പായുടെ സ്വന്തമായ ശൈലികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രചനയായിട്ട് പുറത്തു വന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ അപ്പസ്തോലിക പ്രബോധനമായ എവാഞ്ചലി ഗൗഡിയമായിരുന്നു. അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് അച്ഛൻ പറഞ്ഞു നമ്മൾ വാതിലുകൾ തുറന്നിടണമെന്ന്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കുടിയേറ്റത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ, അതും ഈ ഒരു അപ്പസ്തോലിക പ്രബോധനവും തമ്മിൽ കൂട്ടി വായിക്കാൻ സാധിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഫ്രാൻസിസ് പാപ്പായുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഇറക്കിയായിരുന്നു. ഇത് വളരെ സുന്ദരമായിട്ട് ഹോപ്പ് എന്ന പേരിലാണ് ഈ ബയോഗ്രഫി ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ട്രെയിൻ യാത്രയിൽ ഈ പുസ്തകവും അയച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹൈന്ദവ സ്ത്രീ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലും പാപ്പയും കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ എന്നോട് ചോദിച്ച് ഞാൻ ഓർക്കുകയാണ്, ഈ പുസ്തകം എവിടെ നിന്നാണ് വാങ്ങിയത്? എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഈ പാപ്പയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതായത് ഒരു ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവർ മാത്രമല്ല, ഇതര മതസ്ഥർ പോലും പാപ്പായുടെ ശൈലിയെ അത്രയേറെ ഉൾക്കൊണ്ടിട്ടുള്ളവരായിരുന്നു. അപ്പോൾ ഇതിൽ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും തൻ്റെ പിതാമഹന്മാർ നടത്തിയ കുടിയേറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇറ്റലിയിൽ നിന്ന് തെക്കേ അമേരിക്കയിലേക്ക് നടത്തിയ കപ്പൽ യാത്രയും അതിൻ്റെ അവിടെ വന്നതിന് ശേഷമുണ്ടായ അഭയാർത്ഥികളായിട്ട് അവർ ജീവിക്കുമ്പോഴുണ്ടായിരുന്ന വേദനകളൊക്കെ വളരെ കൃത്യമായിട്ട് ഫ്രാൻസിസ് പാപ്പ ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫ്രാൻസിസ് പാപ്പയ്ക്ക് വളരെ പ്രത്യേകമായ ഒരു കരുതൽ എപ്പോഴും ഈ അഭയാർത്ഥികളോടുണ്ടായിരുന്നു. പാപ്പയെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം, പാപ്പാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം റോമിന് പുറത്ത് നടത്തിയ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് തെക്കേ ഇറ്റലിയിലെ സിസിലിയിലുള്ള മെഡിറ്ററേനിയൻ ദ്വീപിനടുത്തുള്ള ലാംപദൂസ എന്ന് പറയുന്ന ആ ഒരു ദ്വീപിലേക്കാണ് ഫ്രാൻസിസ് പാപ്പ പോയത്. അവിടെ അഭയാർത്ഥികളാണ്. ഈ മെഡിറ്ററേനിയൻ കടൽ കടന്ന് കൃത്യമായ രേഖകളില്ലാതെ യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ച് വന്നിട്ടുള്ള ഈ അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ട് പാപ്പ പറഞ്ഞു, ഭയപ്പെടരുത്, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്ക് ആവശ്യമായ പരിചരണം നൽകാനായിട്ട് ഞങ്ങളൊക്കെ കൂടെയുണ്ട്, നാമൊക്കെ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആ ഒരു പ്രത്യാശ നിറഞ്ഞ ആ ഒരു വലിയ സന്ദേശം ഏറ്റവും ആദ്യം പങ്കുവയ്ക്കാനായിട്ട് പോയത് ഈ ലാംപദൂസയിലായിരുന്നു. പിന്നീട് ഫ്രാൻസിസ് പാപ്പായുടെ 47 വിദേശ യാത്രകൾ ഫ്രാൻസിസ് പാപ്പ നടത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിറങ്ങുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് ഫ്രാൻസിസ് പാപ്പ അന്വേഷിക്കുന്നത് എവിടെയാണ് ജയില്, എവിടെയാണ് ലഹരി മോചന ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, എവിടെയാണ് അങ്ങനെയുള്ള ആളുകളെ പാർപ്പിച്ചിട്ടുള്ളത്, എവിടെയാണ് അഭയാർത്ഥി ക്യാമ്പുകളുള്ളത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മരിയ ചോദിച്ചത് വളരെ അർത്ഥവത്തായൊരു ചോദ്യം തന്നെയാണ്. തൻ്റെ ബാല്യകാലത്തുണ്ടായ ഒരു അഭയാർത്ഥി എന്ന നിലയിൽ ഇറ്റലിയിൽ നിന്നും തെക്കേ അമേരിക്കയിലേക്ക് അർജൻറ്റീനയിലേക്ക് കുടിയേറിയപ്പോൾ അവിടുത്തെ ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലുണ്ടായ അനുഭവങ്ങൾ ഫ്രാൻസിസ് പാപ്പായുടെ പിൽക്കാലത്തുള്ള ജീവിതത്തിലുടനീളം അത് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് വീണ്ടും ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനത്തിലേക്ക് വന്നാൽ, ഫ്രാൻസിസ് പാപ്പയുടെ രണ്ടാമത്തെ ചാക്രിക ലേഖനം അത് ലൗദാത്തോ സിയാണ്. ലൗദാത്തോ സി, അത് കർത്താവെ അങ്ങേക്ക് സ്തുതി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രാൻസിസ്കൻ ശൈലിയിൽ തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ലൗദാത്തോ സി അത് ആ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാൻഡിക്കിൾ ഓഫ് കാൻഡിക്കിൾസ്, അദ്ദേഹത്തിൻ്റെ ദൈവമേ അങ്ങേക്ക് സ്തുതി എന്നുള്ള ആ കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ ലൗദാത്തോ സി ആരംഭിക്കുന്നത്. അത് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ആ ഒരു ചാക്രിക ലേഖനത്തിലുടനീളം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച്, പ്രകൃതിയുടെ ഉത്തരവാദിത്വമുള്ള കാവൽക്കാരായി ഓരോ മനുഷ്യനും മാറേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച്, അനിയന്ത്രിതമായ പ്രകൃതിയുടെ ദുരുപയോഗം കൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ഫ്രാൻസിസ് പാപ്പ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ തുടങ്ങിയ പദങ്ങളൊക്കെ അദ്ദേഹം ഇതിലും ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഭൗമപാളികളിലുണ്ടാകുന്ന, ഓസോൺ പാളികളിലുണ്ടാകുന്ന വിള്ളലുകളും കാലാവസ്ഥ വ്യതിയാനവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ആ ചൂഷണം അവസാനിപ്പിക്കാനായിട്ട് വികസിത രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ ഈ ലൗദാത്തോ സിയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. വീണ്ടും ഇതിനെ ഒരു അപ്പൻഡിക്സ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൗദാത്തോ ദേവും എന്ന പേരിൽ 2023 ഈ ലൗദാത്തോ സിയുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ മറ്റൊരു അപ്പസ്തോലിക പ്രബോധനം ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ ദേവും എന്നുള്ള ആ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ നൽകുന്നുണ്ട്. പ്രകൃതിയുടെ ഉത്തരവാദിത്വപൂർണമായ ആ ഒരു ഉപയോഗം കൃത്യമായി നമുക്കുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പാപ്പയുടെ രണ്ടാമത്തെ ചാക്രിക ലേഖനമാണ് ഈ കർത്താവെ അങ്ങേക്ക് സ്തുതി, ലൗദാത്തോ സി എന്നുള്ള ചാക്രിക ലേഖനം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൗദാത്തോ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്തവർ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ വളരെയധികം ഇഷ്ടപ്പെട്ടത് ഈ കർത്താവ് അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്നതിൽ ഒരു ഇതിലൂടെയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കർത്താവ് അത് ഈശോസഭാ വൈദികനാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈശോസഭാ വൈദികരാരും അങ്ങനെ അധികാര കേന്ദ്രങ്ങളിൽ വരാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം പൊളിച്ചെഴുതി ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു പരിസ്ഥിതി സംരക്ഷണവും കൂടെ എന്ന് മുൻനിർത്തി അപ്പോൾ കർത്താവിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു മാർപ്പാപ്പയായിട്ട് ഉയർത്തുന്നത് എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഫ്രാൻസിസ് പാപ്പ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 2013 ഞാൻ പറഞ്ഞല്ലോ. 2012 അന്ന് മിലാനിലെ കർദിനാളായിരുന്ന കാർലോ മരിയ മർത്തീനി അദ്ദേഹം ദിവംഗതനാകുന്നത്. ഒരുപക്ഷെ ജോൺ പോൾ II മാർപ്പാപ്പയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് വരാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കർദിനാൾ, അത് മിലാനിലെ കർദിനാൾ കാർലോ മരിയ മർത്തീനി, ഒരു ബൈബിൾ സ്കോളറാണ്. അദ്ദേഹം ആ കാലയളവിൽ അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. സഭ ഒരു 200 വർഷം പുറകിലാണ് പല കാര്യങ്ങളിലും. സഭയിൽ ഈ ഒരു കാലഘട്ടത്തിൽ കുറേയേറെ മാറ്റങ്ങൾ ആവശ്യമാണ്. സഭ കുറേയൊക്കെ രാജകീയ പ്രൗഢിയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് സഭ സാധാരണക്കാരുടെ സഭയായിട്ട് മാറണമെന്നൊക്കെയുള്ള ആ ഒരു നിരീക്ഷണങ്ങൾ കാർലോ മരിയ മർത്തീനിയുടേതായിട്ട് പുറത്തു വന്നിരുന്നൊരു സമയം കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഈ ഒരു ജെസ്യൂട്ട് സഭയിൽ നിന്ന് ആദ്യമായിട്ട് പാപ്പാസ്ഥാനത്തേക്ക് ഒരു അംഗം ഉയർത്തപ്പെടുന്നു. മാത്രമല്ല യൂറോപ്പിന് പുറത്ത് ആദ്യമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ വരുന്നു. അത് ഒരുപക്ഷെ മൊത്തം നമ്മുടെ വിശ്വാസി സമൂഹത്തെയൊക്കെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശൈലികളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ അടുത്തറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ടൈം മാഗസിനാണ് ഒരിക്കൽ അവരൊരു മാർപ്പാപ്പയെക്കുറിച്ച് ലക്കം ചെയ്തപ്പോൾ അവർ പറഞ്ഞു എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോപ്പ്, വ്യത്യസ്തനായ ഒരു പാപ്പയാണ്. അദ്ദേഹം ചെയ്തിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പിന്നീട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം ബ്യൂണസ് അയേഴ്സിലെ കർദിനാളായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയ അപ്പാർട്ട്മെൻറ്റൊക്കെ മാറി ഒരു ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. വത്തിക്കാനിൽ വന്നു കഴിഞ്ഞപ്പോൾ പേപ്പസി അതൊരു അധികാരത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വലിയ ഒരു ഒരു കൊട്ടാരം പോലെയുള്ള സദൃശമായിട്ടുള്ള താമസ സൗകര്യങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ പേപ്പൽ പാലസ്, അദ്ദേഹം പറഞ്ഞു ഇവിടെ 100-200 പേർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഇത് എനിക്ക് ആവശ്യമില്ല, ഇത് ഞാൻ സാന്താ മാർത്തായിൽ, അതായത് റോമിലേക്ക് സന്ദർശകരായിട്ട് വരുന്നവരും അതുപോലെ റോമിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരും തൽക്കാലത്തെ ലോഡ്ജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനമാണ് സാന്താ മാർത്ത എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അവിടെ തന്നെ എനിക്ക് താമസിച്ചാൽ മതി. അത് ഏറെ ഞെട്ടലോടെയാണ് വത്തിക്കാൻ വൃന്ദങ്ങൾ ശ്രവിച്ചത്. കാരണം ഇന്ന് വരെ ഒരു മാർപ്പാപ്പയും ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ വലിയ കാറുകളിലൊന്നും സഞ്ചരിക്കേണ്ട. അർജൻറ്റീനയിലുള്ള സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നു, സ്വന്തമായിട്ട് ചെറിയ ഫിയറ്റ് കാർ ഓടിക്കുന്നു. അങ്ങനെയുള്ള പാപ്പ അത് വത്തിക്കാൻ ഒരു രാഷ്ട്രം തന്നെയാണ്, ആ രാഷ്ട്രത്തിൻ്റെ തലവൻ കൂടിയാണ്. ആ രാഷ്ട്രത്തലവന് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാപ്പ പറഞ്ഞു
എനിക്ക് ചെറിയ കാറിൽ സഞ്ചരിച്ചാൽ മതി. റോമിൽ ചെറിയ കാറിൽ പോകുന്ന പാപ്പയെ ചുരുക്കം ചില സന്ദർഭങ്ങളെങ്കിലും ആളുകൾ കാണാറുണ്ട്. പാപ്പായുടെ ചെറിയൊരു ബാഗ്, അദ്ദേഹം യാത്രയിൽ ഉപയോഗിക്കുന്ന ബാഗ്, അദ്ദേഹം സാധാരണ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും സേവകരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും എല്ലാം അവരാണ് വഹിക്കുന്നതൊക്കെ. പക്ഷേ മാർപ്പാപ്പ പറഞ്ഞു, ഇത് എനിക്ക് തന്നെ എടുക്കാവുന്ന ബാഗാണ്, ഞാൻ തന്നെ അത് ചെയ്തോളാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുടനീളം ലാളിത്യത്തിൻ്റെതായിട്ടുള്ള ആഡംബരങ്ങളൊന്നുമില്ലാതെയുള്ളൊരു ശൈലി അദ്ദേഹം വെച്ചു പുലർത്തിയപ്പോൾ അത് ലോകം മുഴുവൻ വളരെയധികം അത്ഭുതത്തോടെ തന്നെ നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ പേപ്പൽ വിസിറ്റുകൾ, അദ്ദേഹം വത്തിക്കാൻ ചത്തുരത്തിൽ ബുധനാഴ്ചകൾ നടക്കുന്ന പേപ്പൽ ഓഡിയൻസിൽ പാപ്പ മൊബൈലിൽ അദ്ദേഹത്തിൻ്റെ വാഹനം സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും രോഗികളുണ്ടോ, പ്രായമായവരുണ്ടോ, കുഞ്ഞുങ്ങളുണ്ടോ, അവരുടെ അടുത്ത് പ്രത്യേക വാത്സല്യത്തോടെ അവരെ ആശ്ലേഷിക്കുന്നത് നമ്മൾ കണ്ടു. ചിലപ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പ്രയാസം തോന്നുന്ന രീതിയിലുള്ള ചില വ്യക്തികളൊക്കെ മാർപ്പാപ്പ ആശ്ലേഷിക്കുന്നതും ചുംബിക്കുന്നതും അവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു കരുണയും സ്നേഹവും ഒക്കെ പകർന്നു കൊടുക്കുന്നത് അത് വർണ്ണിക്കാൻ വാക്കുകളില്ല നമുക്ക്. അതുപോലെയുള്ള ഒരു ലാളിത്യത്തിൻ്റെ ശൈലി പാപ്പ എപ്പോഴും അവലംബിച്ചിരുന്നു. ഞാൻ 2015 ഞാൻ വത്തിക്കാൻ തരംഗം എന്ന് പറയുന്ന പേരിൽ നമ്മുടെ KCBC-യിലായിരുന്നപ്പോൾ മീഡിയ കമ്മീഷൻ ഇറക്കിയിരുന്ന ഒരു പ്രതിമാസ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. വത്തിക്കാൻ റേഡിയോയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ കാര്യം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വത്തിക്കാൻ റേഡിയോയും വത്തിക്കാൻ തരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊരു ഓഡിയൻസ് 2015 നൽകിയിരുന്നു. അപ്പോൾ ഞങ്ങൾ സാന്താ മാർത്തായിൽ അവിടുത്തെ ഒരു ചെറിയ ഹാളിൽ ഞങ്ങൾ 10-20 പേര് മാത്രമേ ഉള്ളൂ. അവിടെ പാപ്പ 12:30 വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പാപ്പ എത്തിയപ്പോൾ ഒരു 15 മിനിറ്റ് വൈകി. വന്ന് കയറുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുമ്പോൾ പാപ്പ വളരെ കൂളായിട്ട് വന്ന് സ്കുസാത്തെ, അതായത് ഇറ്റാലിയൻ ഭാഷയിൽ എന്നോട് ക്ഷമിക്കണം, മുമ്പ് റിത്താർദോ, ഞാൻ കുറച്ച് വൈകിട്ടാണ് വരുന്നത്, അവിടെ ഒരു അപ്പന്തബന്ധം ഉണ്ടായി, എനിക്കതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൈയടിച്ച് ആ ഒരു അല്പം ഇമോഷണലായിട്ട് പാപ്പയെ സ്വീകരിക്കുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ സോറി പറഞ്ഞ് തൻ്റെ സാന്നിധ്യം വൈകിയതിൽ, നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയതിൽ ദുഃഖമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു പാപ്പ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ ഫോൺ വെച്ച് പാപ്പയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പ്രന്തി എടുത്തോ, അതിനെന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ സെൽഫി എടുക്കാൻ വരെ അനുവദിക്കുന്ന ഒരു പാപ്പ. അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വളരെയധികം തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഒരു ശൈലി അത് ജീവിതത്തിൽ ഉടനീളം പാപ്പ വെച്ച് പുലർത്തിയിരുന്നു. അതുപോലെ ലെസിസ് ഗാർഡ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ രാത്രി മുഴുവൻ നിൽക്കല്ലേ, എന്നാ കാപ്പി കുടിക്കുമെന്ന് പറഞ്ഞ് പാപ്പ തന്നെ കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു സ്റ്റൂൾ ഇട്ട് അവരോട് ഇരിക്കാൻ പറയുന്നു. ഇത് പേപ്പസിക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള രചനകളിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങി വെച്ചത് ചാക്രിക ലേഖനത്തെക്കുറിച്ചായിരുന്നു. ഇതിൽ മൂന്നാമത്തെ ചാക്രിക ലേഖനം ഫ്രത്തേല്ലി തുത്തി, നാം ഏവരും സഹോദരരാണ്. അതും ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു ലൈനിൽ തന്നെയാണ് ഈ മൂന്നാമത്തെ ചാക്രിക ലേഖനം പോയത്. അതായത് നാം ഏവരും സഹോദരരാണ്. വിശുദ്ധ ഫ്രാൻസിസ് എപ്പോഴും എല്ലാവരെയും സഹോദര എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരാളായിരുന്നു. കുറേയും കൂടി ഒരു വിശ്വമാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. ആ ഒരു കാഴ്ചപ്പാട് ഈ ഫ്രത്തേല്ലി തൂത്തിയിൽ ഫ്രാൻസിസ് പാപ്പായും അവലംബിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പായുടെ ശൈലി കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഒത്തിരിയേറെ ആളുകളെ, അഭയാർത്ഥികളെ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. റോമിലെ ദേവാലയങ്ങളോട് പറയുന്നു, ഇടവകളോട് പറയുന്നു, നിങ്ങൾ അവിടെ നിന്നുള്ള വ്യക്തികളെ നിങ്ങൾ ഇടവകയിൽ സ്വീകരിക്കുക. ക്രൈസ്തവ കുടുംബങ്ങളോട് പാപ്പ പറയുന്നു, ഇങ്ങനെയുള്ള കുടുംബങ്ങളെ നിങ്ങൾ ദത്തെടുക്കുക. ഇത് യൂറോപ്പിന്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ, പ്രത്യേകിച്ച് ഒരു പ്ലാൻഡ് മൈഗ്രേഷൻ നടത്തുന്ന ചില സമുദായങ്ങളും ചില മതവിഭാഗങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അത് കുറേ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. 100%. കാരണം അത് ഉൾക്കൊള്ളാനായിട്ട് പ്രത്യേകിച്ച് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബിഷപ്സ് കോൺഫറൻസ് പോലും ശക്തമായിട്ട് എതിർത്തു. കാരണം ഇങ്ങനെയുള്ള ഒരു പ്ലാൻഡ് മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഫ്രാൻസിസ് പാപ്പ അതിന് ഒരിക്കലും പിന്നോട്ട് പോയില്ല. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്
ഫ്രാൻസിസ് അസീസി കാണിച്ച ധീരത തന്നെയായിരുന്നു. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് നിക്കോസ് കൊസാൻസാക്കിസ് ഇറക്കിയിട്ടുള്ള ആ സുന്ദരമായ ആ ഒരു പുസ്തകമുണ്ടല്ലോ, ഫ്രാൻസിസ് അസീസി. അതിൽ ഇന്നസെൻ്റ് മാർപ്പാപ്പയുടെ അടുക്കൽ വിശുദ്ധ ഫ്രാൻസിസ് ചെല്ലുന്നതായിട്ടുള്ളൊരു ഭാഗം വിവരിക്കുന്നുണ്ട്. അന്ന് മാർപ്പാപ്പ അല്പം ധാർഷ്ട്യത്തോടുകൂടെ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരണ്ടേ? ഫ്രാൻസിസ് ആകെ പറയുന്നത്, സുവിശേഷം ജീവിക്കാനുള്ള അനുവാദം തരണം, സുവിശേഷം ജീവിക്കാനുള്ള അനുവാദം മാത്രം മതി. അത് ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് പറഞ്ഞത്, ഈ സമൂഹത്തോട് പറഞ്ഞത്, ക്രൈസ്തവരോട് പറഞ്ഞത്, ഫ്രത്തേലി തൂത്തി, നാം എല്ലാവരും സഹോദരന്മാരാണ്, ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് അഭയാർത്ഥികളെന്നോ അല്ലെങ്കിൽ തിരസ്കൃതരെന്നോ എന്ന് പറയുന്നൊരു വിഭാഗം നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാവരെയും പരിഗണിക്കുന്ന, എല്ലാവർക്കും നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായിട്ട് ഒരു വിശ്വമാനവികത ഇവിടെ വളർത്തപ്പെടണം എന്ന് കൃത്യമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന ഒരു പാപ്പായെ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് അച്ഛൻ ഓരോ ചാക്രിക ലേഖനങ്ങളിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഇങ്ങനെ വളരെ വിശദമായിട്ടാണ് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തൂപ്പുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ബൗൺസറായിട്ട് നൈറ്റ് ക്ലബിലെ ബൗൺസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ സഭയുടെ മുക്കുവനായിട്ട് ആഗോള കത്തോലിക്ക സഭയുടെ മുഴുവൻ ഭാരിച്ച ചുമതല കർത്താവ് അവസാനം ഏൽപ്പിച്ചു. അതെല്ലാം വളരെ മനോഹരമായിട്ട്, ഒരു കർക്കശക്കാരനായിട്ട് എന്നാൽ ഹൃദയം കൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു വിശാല ഹൃദയനായിട്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവർത്തിച്ചതും ജീവിച്ചതും. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്കൊരു സന്ദേശമല്ലേ? തീർച്ചയായിട്ടും. ഗാന്ധിജിയെ കുറിച്ചാണ് നമ്മൾ പറയാം, ഓട്ടോബയോഗ്രഫി ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ പറയും ഹിസ് ലൈഫ് വാസ് ഹിസ് മെസ്സേജ് അല്ലേ. വളരെ അപൂർവം ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുക, ഹി വാക്സ് ഹിസ് ടോക്സ്, പറയുന്നത് ജീവിക്കുന്ന മനുഷ്യർ. പോളാറാമൻ മാർപ്പാപ്പയാണ് വളരെ കൃത്യമായിട്ട് എവാഞ്ചലി നുൻസിയാന്തിയിൽ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, പീപ്പിൾ വിൽ ലിസൺ മോർ ടു വിറ്റ്നസ് ദാൻ ടു പ്രീച്ചേഴ്സ്. പ്രഘോഷകരെക്കാൾ ആളുകൾ ഇന്ന് കൂടുതൽ സ്വീകരിക്കുന്നത് സാക്ഷികളെയാണ്. ആ ഒരു സാക്ഷ്യജീവിതമാണ് ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കിയത്. ആ ഒരു ഫ്രാൻസിസ്കൻ ശൈലി എന്ന് പറയുന്നത്, ഫ്രാൻസിസ് എന്നുള്ളൊരു പേര് മാത്രമായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്, അതൊരു ജീവിത ശൈലിയാക്കി അദ്ദേഹം ഈ ലോകത്തിൻ്റെ മുൻപിലേക്ക് നൽകി എന്നുള്ളതാണ് ആ ഒരു വലിയ ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്. അത് അത്ര വേഗത്തിൽ ആർക്കും അത് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ രൂപതയിൽ ഫ്രാൻസിസ് പാപ്പായുടെ നിര്യാണത്തെക്കുറിച്ച് ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന തോട്ട് ഞാൻ പങ്കുവച്ചു. വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച മഹായിടയൻ, വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച മഹായിടയൻ. ഗാന്ധിജിയെക്കുറിച്ച് ആ മരണത്തെക്കുറിച്ച് അന്ന് നെഹ്റു പങ്കുവെച്ച് പറഞ്ഞു, എന്താണ്, വെളിച്ചം ബാക്കിയാക്കി വിളക്കണഞ്ഞു. ഞാൻ വിളക്ക് അണഞ്ഞു എന്ന് പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്, വെളിച്ചം ബാക്കിയാക്കി നിത്യതയിലേക്ക് അദ്ദേഹം ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ശൈലി, അദ്ദേഹം കാഴ്ചവെച്ച ആ ദർശനങ്ങൾ, അത് എക്കാലത്തും നമ്മുടെ സഭയിൽ വലിയ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും അത് വലിയ ആ ഒരു പ്രചോദനമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ ഒരു ചാക്രിക ലേഖനം 2024 കഴിഞ്ഞ ഒക്ടോബർ 24 മെത്രാന്മാരുടെ സിനഡിൻ്റെ ആ സമാപന അവസരത്തിൽ പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ പേര് ദിലക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു. അത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനം. ഫ്രാൻസിസ് പാപ്പ ഒരു കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ പൊതുവേ നമ്മുടെ സമൂഹമൊക്കെ വല്ലാതെ ഇന്ന് അസ്വസ്ഥപ്പെടുന്നൊരു കാലഘട്ടത്തിൽ യുദ്ധവും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളും വർഗീയ വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള കലാപങ്ങളും ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് പാപ്പ ഏവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹി ലവ്ഡ് us. അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും സഞ്ചരിക്കാൻ കഴിയണമെന്ന് പറയുന്ന ആ ഒരു ശൈലി നമ്മിലേക്ക് നൽകാൻ ഈ ഒരു ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ വളരെ സുന്ദരമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ചാക്രിക ലേഖനങ്ങളാണ് പ്രധാനമായിട്ടും ഫ്രാൻസിസ് പാപ്പയുടെ ഉള്ളതെങ്കിൽ ഫ്രാൻസിസ് പാപ്പായുടെ
മറ്റ് അപ്പസ്തോലിക പ്രബോധനങ്ങൾ കൂടി ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എവാഞ്ചേലി ഗൗദിയത്തെക്കുറിച്ച് പറഞ്ഞു, സുവിശേഷത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഒരു സുവിശേഷത്തിൻ്റെ ആനന്ദം അപ്രകാരം നാം ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി മാറണമെന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ പ്രബോധനമായിരുന്നു. തുടർന്ന് 2016 ഫ്രാൻസിസ് പാപ്പ അമോറിസ് ലെത്തീസിയ എന്ന പേരിൽ, സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന പേരിൽ ഒരു അപ്പസ്തോലിക പ്രബോധനം പുറത്തിറക്കുന്നത്. അതിനു മുൻപ് 2014 2015 വത്തിക്കാനിൽ വെച്ച് നടന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡിൻ്റെ വെളിച്ചത്തിൽ ആ സിനഡാനന്തര പ്രബോധനമായിട്ടാണ് ഈ രേഖ പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ രേഖയിലും ഫ്രാൻസിസ് പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്, ഒരു സഭ എന്ന് പറയുന്നത് വ്രണിതരുടെ, പീഡിതരുടെ, മർദ്ദിതരുടെ, അവഗണിക്കപ്പെട്ടവരുടെ സഭയാണ്. അവരോടൊപ്പം അനുധാവനം ചെയ്യുന്ന ഒരു സഭ. അതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ സിനഡിൽ പ്രത്യേകമായിട്ട് സിനഡ് ഓൺ സിനഡാലിറ്റി. അത് ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക ശൈലിയാണ്. ഏവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സഞ്ചരിക്കുന്ന സഭ. അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ വിവാഹ മോചിതരെക്കുറിച്ച്, ട്രാൻസ്ജെൻഡേഴ്സിനെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, അങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിലൂടെ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനമായിരുന്നു. ഒത്തിരി വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയായിരുന്നു. അതായത് ഇനി ഫ്രാൻസിസ് പാപ്പ സ്ത്രീ പൗരോഹിത്യത്തിന് വഴിതെളിക്കുമോ, അല്ലെങ്കിൽ സ്വവർഗരീതിയെ പാപ്പ അവരുടെ അങ്ങനെയുള്ളവരുടെ വിവാഹം ആശീർവദിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആ കാലഘട്ടത്തിലൊക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനും ഒരു സൈക്കോളജിസ്റ്റും പറഞ്ഞു, അച്ഛൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഈ പാപ്പ കാലം ചെയ്യുന്നതിന് മുൻപ് സ്ത്രീകളുടെ പൗരോഹിത്യം സംഭവിക്കും, സ്വവർഗാനുരാഗികളുടെ വിവാഹം ആശീർവദിക്കാൻ അനുവദിക്കുമെന്നൊക്കെ എന്നോട് വാദിച്ച് ഞാൻ ഓർക്കണം. അന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, പാപ്പയുടെ ശൈലി അത് തുറവിയോടെ സംവദിക്കുന്ന ശൈലിയാണ്. എളിമയോടെ ശ്രവിക്കാനും ശ്രദ്ധിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന മനസ്സാണ്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ദൈവിക നിയമങ്ങൾക്കോ വിശ്വാസ സംഹിതകൾക്കോ ധാർമ്മിക ആചാരങ്ങൾക്കോ ഒരു കാരണവശാലും ഈ പാപ്പ ഒരു കോംപ്രമൈസും ചെയ്യില്ല എന്നുള്ളത്, ആ മേഖലയിൽ അദ്ദേഹം കാർക്കശക്കാരനാണ് എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞ് ഓർക്കുകയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഫ്രാൻസിസ് പാപ്പ ആ ഒരു ശൈലിയിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. എന്നാൽ പാപ്പയുടെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ഈ സ്വവർഗ വിവാഹത്തെക്കുറിച്ച്, അനുരാഗികളെക്കുറിച്ച് എന്താണ് പറയുന്നത്? പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഹു ആം ഐ ടു ജഡ്ജ് ദം? അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ മോശയുടെ നിയമം എടുത്തുകൊണ്ട് അവർ പറഞ്ഞത് കല്ലെറിഞ്ഞു കൊല്ലാനാ. പക്ഷേ നമുക്കറിയാം കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. മനുഷ്യൻ്റെ പാപ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് അവരങ്ങനെയായി? ഹു ആം ഐ ടു ജഡ്ജ് ദം? അവർക്ക് അത് ഒരുപക്ഷെ സൃഷ്ടിപരമായിട്ട് ജൈവശാസ്ത്രപരമായിട്ടുണ്ടായ വ്യത്യാസങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു വല്ല പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഒരുപക്ഷെ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്? പാപ്പ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമോറിസ് ലെത്തീസിയെ അത് വളരെ സുന്ദരമായിട്ടുള്ള അപ്പസ്തോലിക പ്രബോധനമാണ്. ഒപ്പം 2018 ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ മറ്റൊരു അപ്പസ്തോലിക പ്രബോധനമായിരുന്നു ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, ഗൗദേത്തെ എത്ത് എക്സുൾട്ടാത്തെ. മരിയ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളിൽ ചില പദങ്ങൾ, ഒന്ന് സ്നേഹമാണ്, മറ്റൊന്ന് സന്തോഷമാണ്, മറ്റൊന്ന് കരുണയാണ്. ഈ 3 പദങ്ങൾ, സ്നേഹം, സന്തോഷം, കരുണ, ഇത് ഇല്ലാത്ത ഒരു പ്രബോധനവും പാപ്പയുടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ കാരുണ്യവർഷം, കരുണാവർഷം പ്രഖ്യാപിച്ചപ്പോൾ മിസിരിക്കോർദിയെ വുൾത്തുസ്, കരുണയുടെ മുഖം എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ദൈവത്തിൻ്റെ പേര് തന്നെ കരുണയാണ്. വാൾട്ടർ കാസ്പർ ഇറക്കിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നത് നെയിം ഓഫ് ഗാഡ് ഈസ് മേഴ്സി. ഫ്രാൻസിസ് പാപ്പായും അതെടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാപ്പ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്, ദ നെയിം ഓഫ് ഗാഡ് ഈസ് മേഴ്സി. ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന് പാപ്പ നൽകുന്ന ഡെഫിനിഷൻ കരുണ എന്നാണ്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രൈസ്തവരുള്ള ഇടങ്ങളിലെല്ലാം കാരുണ്യത്തിൻ്റെ മരുപ്പച്ചയുണ്ടാകണം. ക്രൈസ്തവരുള്ള ഇടങ്ങളിലെല്ലാം കാരുണ്യത്തിൻ്റെ മരുപ്പച്ചയുണ്ടാകണം. അത് ക്രൈസ്തവരുടെ ഒരു ഡ്യൂട്ടിയാണ്, ദൗത്യമാണ് എന്ന് കൃത്യമായിട്ട് പാപ്പ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഇനിയുള്ള കാലഘട്ടത്തിലാണെങ്കിലും സഭാ നേതൃത്വത്തിനും അജപാലകർക്കും വിശ്വാസികൾക്കൊക്കെ സ്വീകരിക്കേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ദർശനം തന്നെയാണ്. കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഈ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്നുള്ളത് 2018 ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്. ഞാൻ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. നമ്മളൊക്കെ വിശുദ്ധർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ അൾത്താരകളിൽ ഇങ്ങനെ മുകളിൽ ഈ വിശുദ്ധരുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് അകലെ നിന്ന് നമ്മൾ കാണുന്ന കുറേ വിശുദ്ധരുണ്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്, നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. എന്നിട്ട് പറയുന്നത്, അത് നമ്മുടെ ഊർജത്തെയോ സജീവത്വത്തെയോ സന്തോഷത്തെയോ നീക്കിക്കളയുന്നതല്ല. പ്രത്യുത ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്തായിരുന്നുവോ അതായിത്തീരുന്നതാണ് വിശുദ്ധി. അത് നല്ലൊരു പ്രബോധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതായത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ നാം വിശുദ്ധിയിൽ നിന്ന് ഏറെ അകലെയല്ല എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. ഒരു പരിധി വരെ അദ്ദേഹം ഒന്നും കൂടി കൂട്ടി പറഞ്ഞു. അതായത് അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിൽ 34ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ലയോൺ ബ്ലോയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു മഹാദുരന്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാൻ കഴിയാതിരിക്കുകയാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അത് നമുക്ക് നൽകുന്ന വലിയൊരു തുറവിയാണ്. ഈ ലോക ജീവിതത്തിൽ ഒരു മാർപ്പാപ്പയ്ക്കോ കർദിനാളിനോ മെത്രാനോ അച്ഛനോ അല്ല, അല്ലെങ്കിൽ സമർപ്പിതർക്കോ അല്ല വിശുദ്ധരാകാൻ കഴിയുക. അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു ജീവിത മാർഗമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്, ഈ ഞായറാഴ്ചയാണ് ഈ കാർലോ അക്യൂറ്റസിൻ്റെ വിശുദ്ധപദ പ്രഖ്യാപനം തീരുമാനിച്ചിരുന്നത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ, അവൻ്റെ ആ ഒരു ജീവിത ശൈലിയിൽ അവൻ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തി മിറാക്കുളി ഒയ്ക്രിസ്തിച്ചി യൂക്രിസ്റ്റിക് മിറക്കിളിനെ കുറിച്ച് വെബ്സൈറ്റ് അവൻ ചെയ്തു. അവൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അവൻ്റേതായിട്ടുള്ള ആ ഒരു സൃഷ്ടിപരതയും ഭാവാത്മകതയും ആത്മീയതയിലേക്ക് ലയിപ്പിച്ചപ്പോൾ അവൻ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തപ്പെട്ടു, അല്ലേ? അത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രചോദനമാണ്. അല്ലെങ്കിൽ സഭയുടെ വിശുദ്ധ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ വിശുദ്ധരെ സഭ നോക്കി കാണുമ്പോൾ സാധാരണ ജീവിതം നയിച്ച ഒത്തിരിയേറെ മനുഷ്യരെ വിശുദ്ധ പദത്തിലുണ്ട് എന്നുള്ളത് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അത് ഫ്രാൻസിസ് പാപ്പ ഈ ആനന്ദിച്ചാഹ്ലാദിക്കുവാൻ വിശുദ്ധി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രാപ്യമായ ഒരു അവസ്ഥയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയ ഒരു അപ്പസ്തോലിക പ്രബോധനമായിരുന്നു. അച്ഛൻ ഇതേക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനാകണം, അത് സഭയിലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ വൻ ജനാവലിയാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു വിശുദ്ധൻ്റെ ഭൗതിക ദേഹം സന്ദർശിക്കാൻ വേണ്ടിയാണ് ഈ ജനാവലി മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങും ഒക്കെ നേടാനുള്ള ഒരു അനുഗ്രഹം അച്ഛന് ലഭിച്ചു. അപ്പോൾ അച്ഛന് പേഴ്സണലായിട്ടൊരു വിശുദ്ധനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിനെ തിരിച്ചറിയാനും ആ ഒരു അനുഗ്രഹം, അച്ഛൻ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഉറപ്പായിട്ടും. അതായത് ഞാൻ റോമിലുള്ള സമയത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ആ സമയത്ത് ഞാൻ പാപ്പയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നീട് ബെനഡിക്ട് പാപ്പയെയും കണ്ടിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പയെയും ഈ അവസരങ്ങളിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞങ്ങൾക്കും മനസ്സിൽ കൃത്യമായിട്ട് ഉറപ്പിച്ചും ചിന്തിക്കാവുന്നതും പറയാവുന്നതും പാപ്പ വിശുദ്ധനാണെന്ന് തന്നെയാണ്. ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ അവിടെ കാണാൻ വന്ന ആളുകളൊക്കെ അവരുടെ കയ്യിൽ പ്ലക്കാർഡുകളുണ്ടായിരുന്നു. ഈ ആ മൃതദേഹ സംസ്കാര ശുശ്രൂഷ നടക്കുന്ന സമയത്ത് വത്തിക്കാൻ ചത്തുരത്തിലുണ്ടായിരുന്ന ആളുകളുടെ കയ്യിലൊക്കെ പ്ലക്കാർഡുകളുണ്ടായിരുന്നു. അത് ബെനഡിക്ട് പാപ്പയുടെ കാര്യത്തിലുണ്ടായിരുന്നു. അവർ വിളിച്ചു പറയുന്നവരായിരുന്നു സുബിത്തോ സാന്തോ, സുബിത്തോ സാന്തോ. എന്താ അതിൻ്റെ അർത്ഥം? എത്രയും പെട്ടെന്ന്
വിശുദ്ധനാകണം. അത് ആ മനുഷ്യരുടെ ആ ഒരു വലിയൊരു വികാരമായിരുന്നു. ആ ഒരുമിച്ച് കൂടിയ ആളുകൾ ആരാലും നിർബന്ധിക്കപ്പെടാതെ, എനിക്ക് തോന്നുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ആ സമയത്ത് 40 ലക്ഷം ആളുകളൊക്കെയാണ് അവിടെ തടിച്ചുകൂടിയെന്ന് പറയുന്നത്. ആ സമയത്ത് അവിടെ വത്തിക്കാൻ ചത്തുരം മാത്രമല്ല, വിയന്ന സീനാലയും അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും ജനനിബിഡമായിരുന്നു. ആ ആളുകളൊക്കെ ആഗ്രഹിച്ചത് ഈ വിശുദ്ധാത്മാവിനെ ഒന്നുകൂടി ഒന്ന് കാണണം, ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ സമീപത്ത് പോയി പ്രാർത്ഥിക്കണം, അവരുടെ മാധ്യസ്ഥം തേടണം. ഇത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അദ്ദേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. അത് ഒരു വൈദികനായിരുന്ന സമയത്തും, ഒരു സന്യാസ സഭാംഗമായിരുന്ന സമയത്തും, ഒരു ഓക്സിലറി ബിഷപ്പായിരുന്ന സമയത്തും, മെത്രാനായ സമയത്തും, കർദിനാളായിരുന്ന സമയത്തും എന്നും അദ്ദേഹം ഒരുപോലെയായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു പദവികളൊന്നും അദ്ദേഹത്തെ മാറ്റിയില്ല. ലാളിത്യത്തിൻ്റെ ഒരു ശൈലി, കാരുണ്യത്തിൻ്റെ ഒരു ശൈലി, സ്നേഹത്തിൻ്റെ ഒരു വിശാലമായ ഒരു മനോഭാവം, ഏവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു സൗഹൃദം, അടിയുറച്ച ആത്മീയമായ ബോധ്യങ്ങൾ. എല്ലാ ദിവസവും 4 ജപമാല വെച്ച് ഫ്രാൻസിസ് പാപ്പ ചൊല്ലുമായിരുന്നാണ് പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. അത്തരത്തിലുള്ള മാതൃഭക്തി, വിശുദ്ധരോടുള്ള വണക്കം, ഇതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു സന്യാസവര്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് അധികം വയ്യാതെ തന്നെ നമ്മൾ വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയൊരു സവിശേഷതയായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് ഭിന്നശേഷിക്കാരോടുള്ള സമീപനം, അതുപോലെ വൃദ്ധരോടുള്ളൊരു സമീപനം. പക്ഷെ നമുക്ക് എല്ലാം പറയേണ്ടി വരും കുട്ടികളോടുള്ള സമീപനം. അപ്പോൾ ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഭിന്നശേഷിക്കാരുള്ളവരുടെ ഒരു സമീപനം അത് നമ്മുടെ സഭയുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ. ഗർഭചിത്രത്തിനെതിരെ നിൽക്കുന്ന സഭയുടെ കാലാകാലങ്ങളായിട്ടുള്ള സമീപനം തന്നെയല്ലേ ഭിന്നശേഷിക്കാരോടുള്ള ഒരു സ്നേഹം കൊണ്ടും അവരോടുള്ള കരുതലും കൊണ്ടും ജീവന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പാപ്പയുടെ ഓഡിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാപ്പയുടെ ഓഡിയൻസിലെ മുൻനിരയിൽ വീൽ ചെയറിലുള്ള ആളുകളുണ്ടാവും. രോഗികൾക്ക് പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. മാത്രമല്ല പാപ്പ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് പോയി അവരെ ആശ്ലേഷിക്കുന്നതും ചുംബിക്കുന്നതും അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് പാപ്പയുടെ ഒരു ഓഡിയൻസിൽ ഒരു കൊച്ചുകുട്ടി ഒരല്പം എന്താ പറയുക, ഹൈപ്പർ ആക്റ്റീവാണോ, ഇനി ചെറിയ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഒരു മെൻ്റലി ചലഞ്ചഡ് ആണോ, ആ കുട്ടി ആ പേപ്പിൾ ഓഡിയൻസിൻ്റെ സമയത്ത് അവൻ വളരെ കൂളായിട്ട് പാപ്പയുടെ കസേരയുടെ അടുത്ത് പോയി പാപ്പയുടെ കുരിശും മാലയൊക്കെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ പാപ്പ അവനെ പിടിച്ച് മടിയിലിരുത്തുന്നുണ്ട്. അത് ഇതുവരെയുള്ള പേപ്പസിയുടെ ചരിത്രത്തിൽ, കാരണം അങ്ങനെ അവിടെ കയറി വരാനായിട്ട് ആരും അനുവദിക്കില്ല. സ്വിസ് ഗാർഡ്സ് തടയേണ്ടതാണ്, അല്ലെങ്കിൽ കൂടെയുള്ള അംഗരക്ഷകർ നോക്കേണ്ടതാണ്. പക്ഷേ പാപ്പയുടെ ശൈലി അറിയാവുന്നതിൻ്റെ പേരിൽ അവർ ആ കുഞ്ഞിനെ അനുവദിച്ചു പാപ്പ അവനെ വാരിപ്പുണരുന്നുണ്ട്. അതുപോലെയുള്ള ഒത്തിരിയേറെ സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ, വൈകല്യങ്ങളുള്ളവർ, വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതയുള്ളവർ, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ, അതിനേക്കാൾ മരിയ നമ്മൾ കാണുന്നത് ഫ്രാൻസിസ് പാപ്പ 2013 പെസഹ വ്യാഴാഴ്ച പാപ്പ പാദക്ഷാളനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് റബീബിയ ജയിലായിരുന്നു. ആ ജയിലിൽ ചെന്ന് അവിടെയുള്ള ജയിൽ പുള്ളികളെ, ആ സ്ത്രീകളടക്കം അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ പാദം കഴുകി ചുംബിച്ച് അവരെ ആശ്ലേഷിക്കുന്ന ഒരു പാപ്പയെ നമ്മൾ അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അതിന് കർദിനാളന്മാരുടെ പാദങ്ങൾ കഴുകിയിരുന്ന ആ ഒരു പാരമ്പര്യത്തെയാണ് അദ്ദേഹം ബ്രേക്ക് ചെയ്തത്. അദ്ദേഹം മാത്രമല്ല വത്തിക്കാനിലെ പല ഡിക്കാസ്ട്രികളിലും ഇന്ന് സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് അവിടെ കൃത്യമായ റോള്, വത്തിക്കാൻ ബാങ്കിലടക്കം, മീഡിയ വിഭാഗത്തിലടക്കം ഒത്തിരിയേറെ മേഖലകളിൽ അവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ശൈലി ഫ്രാൻസിസ് പാപ്പ അവലംബിച്ചിട്ടുണ്ട്. അത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായിട്ടുള്ളൊരു ശൈലി പാപ്പയ്ക്കുണ്ട് എന്ന് വെളിവാക്കുന്നതാണ്. ഈ ആകെ മൊത്തം അപ്പസ്തോലിക പ്രബോധനങ്ങളിലും ചാക്രിക ലേഖനങ്ങളിലും ഇതിനെ ഒന്ന്
ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ച് തരാമോ? മരിയ, ഈ പറയുന്ന കാര്യം അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം പാപ്പയുടെ 4 ചാക്രിക ലേഖനങ്ങളും 7 അപ്പസ്തോലിക പ്രബോധനങ്ങളും ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് സംഗ്രഹിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് എളുപ്പമല്ല. പാപ്പയുടെ ഈ ഓട്ടോബയോഗ്രഫി, അതിലെ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. എ ക്രിസ്ത്യൻ ഹു കനോട്ട് സേ താങ്ക് യു ഈസ് സിംപ്ലി സംവൺ ഹു ഹാസ് ഫോർഗോട്ടൺ ദ ലാംഗ്വേജ് ഓഫ് ഗാഡ്. നന്ദി പറയാൻ അറിയാത്ത ക്രിസ്ത്യാനി അവൻ ദൈവത്തിൻ്റെ ഭാഷ മറന്നവനാണ്. എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതം മുഴുവൻ ഒരു നന്ദിയുടെ ജീവിതമായിരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതം മുഴുവൻ പ്രത്യാശയുടെ ജീവിതമായിരുന്നു. ഞാനതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും ഹി വാസ് എ പ്രോഫറ്റ് ഓഫ് ഹോപ്പ്, an ambassador of hope. പ്രത്യാശയുടെ പ്രവാചകനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അത് അവസാന നിമിഷം വരെ അദ്ദേഹം അത് ചെയ്തു. മാത്രമല്ല ആരുടെ മുൻപിലും സധൈര്യം വെട്ടിത്തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആർജവം പാപ്പയ്ക്കുണ്ടായിരുന്നു. ഈ പരേസ്യ എന്ന ഗ്രീക്ക് വാക്കുണ്ട്, ധൈര്യം എന്നുള്ള വാക്ക് സഭാ സർക്കിളിൽ കൊണ്ടുവന്നത് പാപ്പയാണ്. എന്തിനു പറയണു, ലോകശക്തിയുടെ മുൻപിൽ, അമേരിക്കൻ ശക്തിയുടെ മുൻപിൽ മെക്സിക്കൻ അതിർത്തിയിൽ മതിലുകൾ തീർക്കുന്ന ഒരു പ്രസിഡന്റിനെ നോക്കിയിട്ട് ശക്തമായ രീതിയിൽ പറഞ്ഞല്ലോ, മതിലുകൾ തീർക്കുന്നവനല്ല പാലങ്ങൾ പണിയുന്നവനാണ് ക്രിസ്ത്യാനി. അത് പാപ്പ വളരെ ധീരമായിട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് 2 മാസം വിശ്രമ ജീവിതം നയിക്കാനായിട്ട് ഡോക്ടർമാർ ശക്തമായി പറഞ്ഞു വിട്ട പാപ്പയാണ്. പെസഹാ ദിനത്തിലും പതിവ് തെറ്റിച്ചില്ല, ജയിലിൽ പോയി. ഈസ്റ്റർ ദിനത്തിൽ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വന്നു. അവരോട് വളരെ ക്ഷീണിതനായിട്ട് കാണപ്പെട്ട പാപ്പ വളരെ ചുരുക്കം വാക്കുകളെ സംസാരിച്ചുള്ളൂ. പറഞ്ഞു ഗാസയിലെ യുദ്ധം നിർത്തണം, ഒപ്പം പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കുകയും വേണം. ശക്തമായ നിലപാട്. തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ധീരത കാണിച്ചു. ശരിയുടെ പക്ഷം ചേർന്ന് നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ശൈലികളിലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയായിട്ട്, അതുപോലെ തന്നെ സൗത്ത് കൊറിയയായിട്ടുള്ള സംഭാഷണങ്ങൾ തുടങ്ങി വെച്ചു. എന്തിന്? ഫിഡിൽ കാസ്ട്രോയെ കാണാനായിട്ട് ക്യൂബയിലേക്ക് പോയ പാപ്പയല്ലേ? എന്നിട്ടല്ലേ റൗൾ കാസ്ട്രോ പറഞ്ഞത് ദർ ഈസ് എ കമ്മ്യൂണിസ്റ്റ് ഇൻസൈഡ് വാറ്റിക്കാൻ. വത്തിക്കാൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്ന്. അത് പാപ്പ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൻ്റെ നേതാവായിട്ട് അവരോധിക്കപ്പെടുന്ന പാപ്പ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു സത്യമുണ്ട്. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് അല്ല എന്ന് പറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആ രീതിയിൽ ദൈവനിഷേധത്തിൻ്റെതായിട്ടുള്ള തത്വശാസ്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആശയങ്ങളെയല്ല പാപ്പ ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്. പ്രത്യുത ഇവിടെ എല്ലാവർക്കും എല്ലാം ലഭ്യമാകണം എന്ന് പറയുന്നൊരു ശൈലി പാപ്പ അവലംബിച്ചിട്ടുണ്ട്. ഉള്ളവനോട് ഇല്ലാത്തവനുമായി പങ്കുവെക്കാനായിട്ട് പാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനങ്ങൾ, അദ്ദേഹത്തിന് ലഭിച്ച കാറ് അദ്ദേഹം തന്നെ സൈൻ ചെയ്തിട്ട് ലേലം വിളിച്ച് അത് അപ്പം തന്നെ കൊടുക്കുകയല്ലേ? വത്തിക്കാനിൽ എപ്പോഴും ഒരു വാതിൽ ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നിട്ടേക്കല്ലേ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയല്ലേ? അതൊക്കെ ഈ ഒരു സമൂഹത്തോടുള്ള തൻ്റെ ഉത്തരവാദിത്തമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് സംഗ്രഹിക്കാൻ പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പ്രത്യാശയുടെ തീർത്ഥാടകൻ തന്നെയാണ് പാപ്പ. ആ ഒരു പ്രത്യാശ അത് ജീവിതത്തിലുടനീളം വെച്ച് പുലർത്തി അന്ത്യനിമിഷം വരെ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അന്നേ ദിവസം തൻ്റെ സഹായിയോട് രാവിലെ 5:30 ആയപ്പോൾ കൈ കാണിച്ച് വിട ചൊല്ലി എന്നാണ് പറഞ്ഞത്. കാരണം ഈ മരണം എന്നുള്ളത് പിതാവിൻ്റെ പക്കലേക്കുള്ളൊരു തിരികെ യാത്രയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിശ്വസിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്കത് കൃത്യമാണ്. അദ്ദേഹം പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുകയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ അംഗീകരിച്ചുകൊണ്ടാണ്. ഈ ജോൺ 23 മാർപ്പാപ്പയാണ് പറഞ്ഞത്, അവധിക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അതായത് ലഗേജൊക്കെ കൊടുത്തു വിട്ടിട്ട് വണ്ടി വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനിരിക്കുന്ന കുട്ടിയെപ്പോലെയാണ് മരണം കാത്തിരിക്കേണ്ടതെന്ന് പറയുന്നത്. അതായത് അത്രയും സുന്ദരമായൊരു അനുഭവത്തിലേക്കാണ്
മരണത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് പ്രത്യാശയോടെ പറയാൻ സാധിക്കുക അത് അപൂർവം ചിലർക്കാണ്. ചിലരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ആസ് യു ലീവ് സോ യു ലീവ്. നീ എങ്ങനെയാണോ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് നീ കടന്നു പോവുക. ഫ്രാൻസിസ് പാപ്പ ജീവിച്ചതുപോലെ കടന്നുപോയി. ലാളിത്യത്തിൻ്റെ ഒരു ശൈലി സഭയ്ക്ക് ഉടനീളം നൽകിക്കൊണ്ട് ലാളിത്യത്തോടുകൂടി ജീവിച്ചു, ലാളിത്യത്തോടുകൂടെ കടന്നു പോകാൻ ആഗ്രഹിച്ചു. തൻ്റെ മൃതദേഹ സംസ്കാര ശുശ്രൂഷകളും ലാളിത്യം നിറഞ്ഞതായിരിക്കണം എന്നുള്ള ശാഠ്യം വെച്ചു. അതിലൂടെ തന്നെ അദ്ദേഹം സഞ്ചരിച്ചു. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു, പ്രത്യാശയുടെ ഒരു പ്രവാചകനായിരുന്നു, കാരുണ്യത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്ന ആ കരുണ, ഒപ്പം സ്നേഹത്തിൻ്റെ സന്തോഷം പങ്കുവെച്ച ഒരു പ്രവാചകനായിരുന്നു. ആ രീതിയിൽ അദ്ദേഹത്തെ കാണാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം നമുക്ക് നൽകിയ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം വിശുദ്ധ പദത്തിലാണെന്നും വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി ജീവിച്ചതിൻ്റെ പേരിൽ തീർച്ചയായും അദ്ദേഹം ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാനിടയാകും അധികം വൈകാതെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു.